കുട്ടിക്കാലം തൊട്ട് അമ്മയുടെ സ്ഥാനത്ത് താൻ കാണുന്നത് മുത്തശ്ശിയെന്ന് സഖ്യ. ഞങ്ങളെ നോക്കേണ്ട സമയത്ത് അവർ നോക്കിയില്ലെന്നും സംഖ്യ പറയുന്നു. ശ്രീസഖ്യയെ വെച്ച് ആദ്യമായി നിർമ്മിച്ച സിനിമയും പുറത്തിറങ്ങിയില്ല. ഇപ്പോൾ ശ്രീസഖ്യയുടെ അവസ്ഥ ഇങ്ങനെ. തേജയും ഞാനും ഒന്നിച്ചൊരു വീട്ടിൽ കളിച്ചു വളർന്നതാണെങ്കിലും ഇപ്പോൾ ശ്രീസഖ്യയുടെ വാക്കുകളിലേക്ക്. മലയാളികൾക്ക് മറക്കാനാകാത്ത നടിയാണ് അന്തരിച്ച നടി കൽപ്പന. കൽപ്പനയുടെ മകൾ ശ്രീസഖ്യയോട് ഇതുകൊണ്ട് തന്നെ ഏവർക്കും മമതയുണ്ട്. കോമഡി സീനുകളിലും വൈകാരിക സീനുകളിലും ഒരേപോലെ തിളങ്ങിയ നടിയാണ് കൽപ്പന. കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോഴായിരുന്നു അപ്രതീക്ഷിത മരണം. സിനിമാ ലോകത്തെ ഈ മരണം ഞെട്ടിച്ചു. കൽപ്പനയുടെ വിയോഗം കുടുംബത്തിന് വലിയ ആഘാതമായി. മകൾ ശ്രീസഖ്യയ്ക്ക് ആശ്വാസമായത് മുത്തശ്ശിയുടെയും കൽപ്പനയുടെ ചേച്ചി കലാരഞ്ജിനിയുടെയും സാന്നിധ്യമാണ്. അമ്മ കൽപ്പനയെ പോലെ അഭിനയത്തിൽ ശ്രീസഖ്യ കയ്യടി നേടുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. അമ്മയെപ്പോലെ തന്നെയാണ് ശ്രീസഖ്യയുടെ സംസാരമെന്നും അഭിമുഖങ്ങൾ കാണുന്നവർ അഭിപ്രായപ്പെടുന്നുണ്ട്. അമ്മയുടെ സ്ഥാനത്ത് താൻ കുട്ടിക്കാലം മുതൽ കണ്ടത് മുത്തശ്ശിയാണെന്ന് ശ്രീസഖ്യ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. മീനു എന്നാണ് ശ്രീസഖ്യയെ കൽപ്പന വിളിച്ചിരുന്നത്. അക്കാലത്ത് സിനിമയുടെ തിരക്കിലായിരുന്നു കൽപ്പനയും സഹോദരിമാരെന്നും ശ്രീസഖ്യ അന്ന് ചൂണ്ടിക്കാട്ടി. ശ്രീസഖ്യയ്ക്കൊപ്പം സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്ന താരകുടുംബത്തിലെ മറ്റൊരാൾ തേജലക്ഷ്മിയാണ്. കൽപ്പനയുടെ സഹോദരി നടി ഉർവശിയുടെ മകളാണ് തേജലക്ഷ്മി. കുട്ടിക്കാലം തൊട്ട് ഒരു വീട്ടിൽ ഒരുമിച്ച് വളർന്നവരാണ് തേജയും ശ്രീസഖ്യയും. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രീസഖ്യ പങ്കുവച്ച ഫോട്ടോകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. കാണാൻ അമ്മയെ പോലെ ഉണ്ട് എന്ന ക്യാപ്ഷനോടെയാണ് ശ്രീസഖ്യ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. അഭിനയമാണ് ശ്രീസഖ്യയുടെ പാഷൻ. ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയത്തിന്റെ കാര്യത്തിൽ സിനിമാ ലോകത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ച നടിമാരാണ് ഉർവശിയും കൽപ്പനയും ഒക്കെ. ഇവരുടെ മക്കളുടെ കാര്യത്തിലും അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് പ്രതീക്ഷ കൂടുതലാണ്.